വൈദ്യശാസ്ത്രത്തിലെ അപൂർവമായ ഒരു ജീവൻ രക്ഷിക്കൽ ദൗത്യത്തിനാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം സാക്ഷ്യം വഹിച്ചത്. കണ്ണൂർ സ്വദേശിയായ 78 വയസ്സുകാരൻ പുറമേ നിന്ന് നടത്തിയ സ്കാനിംഗിൽ വയറിലെ രക്തധമനി ബലൂൺ പോലെ വീർത്ത നിലയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആസ്റ്റർ മിംസിൽ ചികിത്സ തേടിയെത്തിയത്. പ്രമേഹം, രക്തസമ്മർദ്ദവും രോഗിക്കുണ്ടായിരുന്നു. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയിട്ടില്ലെങ്കിൽ രക്തധമനിയിലെ വീക്കം പൊട്ടി ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യത്തിലായിരുന്നു. കാർഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, കാർഡിയോ തൊറാസിക് സർജറി വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ഒരുമിച്ചിരിക്കുകയും തുടർ ചികിത്സകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയുമായിരുന്നു. മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലെ ബ്ലോക്ക് നമ്മുടെ കൈയുടെ ഞരമ്പിലൂടെ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ചെയ്തു. അപ്പോൾ ബാഹ്യമായ മുറിവോ രക്തസ്രാവോ ഒന്നും ഉണ്ടാവില്ല. റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ആളുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ കാലിലൂടെ മഹാധമനിയിലൂടെ ഒരു മുറിവ് പോലും ഉണ്ടായില്ല, തുന്നലും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെർക്ലോഷർ ഡിവൈസ്, പെർക്യൂട്ടേനിയസ് ആയിട്ട് ഒരു ഡിവൈസാണ്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തുന്നാൻ പറ്റും. ഇപ്പോൾ രക്തക്കൊള്ളിലൂടെ നമ്മൾ വലിയ ട്യൂബുകൾ കടത്തി വിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റെൻറ്റുകൾ ഇടുന്നത്. അത് നമുക്ക് പുറമേ നിന്ന് മൈക്രോസ്കോപ്പിലൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഈ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വിണ്ട് കീറിയ ഭാഗത്ത് വലിയൊരു സ്റ്റെൻഡ് ഇടുകയും താഴെ ഭാഗത്ത് കാലിലെ 2 ഭാഗത്തേക്കും രക്തം ഒരുപോലെ ഒഴുകണം. അതിനു വേണ്ടിയിട്ടാണ് വൈസ് ഷേപ്പിലുള്ള ഒരു സ്റ്റെൻഡ് ഇട്ടത്. അപ്പം ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇത്രയും ഡോക്ടർമാരും പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ട് നമുക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചു. രോഗിയെ രക്ഷപ്പെടുത്തി. ഇതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഞങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ റിപ്പീറ്റായിട്ടുള്ള CT സ്കാൻ എടുത്തു നോക്കി. ഈ മഹാധമനിലുള്ള വിള്ളലുകളും ഈ ബലൂൺ പോലെ വീർത്തതൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയെന്ന് കണ്ടപ്പോൾ അതിൻ്റെ റിസൾട്ട് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതീവ സങ്കീർണമായ ഈ പ്രൊസീജിയറുകൾ അനസ്തേഷ്യ നൽകാതെയാണ് പൂർത്തിയാക്കിയതെന്നും ഡോക്ടർമാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ, ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ ഉമേശൻ, ഡോക്ടർ വിനു, ഡോക്ടർ വിജയൻ, ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, we'll treat you well. ചാല ഈസ്റ്റ്, കണ്ണൂർ.